CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിക്ക് മുൻപാകെ നാളെ ഹാജരാകാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി. ആരോഗ്യ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി വീണ ഇഡിക്ക് കത്ത് നൽകി. കത്തിൽ ഇഡി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. CMR എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയോട് കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടത്. വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ വെള്ളിയാഴ്ച ആരോഗ്യപരമായ കാരണങ്ങളാൽ നേരിട്ട് ഹാജരാകാൻ കഴിയില്ലെന്നാണ് ഇഡി ഓഫീസിനെ വീണ മെയിൽ മുഖേന അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇഡി ആവശ്യപ്പെട്ടുള്ള രേഖകൾ അഭിഭാഷകൻ മുഖേന ലഭ്യമാക്കാമെന്നും ചോദ്യാവലി നൽകിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും അഭിഭാഷകൻ മുഖേന ലഭ്യമാക്കാമെന്നും വീണ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇഡി ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം അടുത്ത ദിവസങ്ങളിൽ CMR ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ട്. ആ ചോദ്യം ചെയ്യൽ നടക്കണമെങ്കിൽ വീണ ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൂടി അടിസ്ഥാനമാക്കി വേണം നടത്താൻ. അതുകൊണ്ടാണ് വീണ ടി ഒരു കാലതാമസം ഇക്കാര്യത്തിൽ ഹാജരാകാൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുന്നത്. സാധാരണഗതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഇഡി സമയം അനുവദിക്കാറാണ് പതിവ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇഡി ഒരു തീരുമാനം വരുന്ന മണിക്കൂറിൽ തന്നെ എടുക്കും. 2.7 കോടി രൂപയുടെ ഇടപാട് സംബന്ധിച്ചാണ് ഇഡി വീണയിൽ നിന്ന് ചോദിച്ചറിയാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം CMRലും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടെങ്കിലും ചെയ്യാത്ത ജോലിക്കാണ് വീണയ്ക്ക് പണം നൽകിയത് എന്നായിരുന്നു ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ. അത് സംബന്ധിച്ച് SFIOയും അന്വേഷണം നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് വീണയിൽ നിന്ന് ചോദിച്ചറിയേണ്ടത്. എന്തായാലും ഇഡി വീണയ്ക്ക് മറ്റൊരു ദിവസം നൽകാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ CMR ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.